അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വനഷ്ഹദു അന്ന സയ്യിദനാ വമൗലാനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. എല്ലാ കേരള വിഷൻ ശ്രോതാക്കൾക്കും ഇസ്ലാം അറിവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ത്യാഗത്തിൻ്റെ സുവർണ നൂലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നെയ്തെടുക്കുന്ന പരിശുദ്ധ റമളാൻ മാസം നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഷഅബാൻ നമ്മളോട് വിട പറയുകയാണ്. ഇസ്ലാമിക കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ഷഅബാൻ. ഷഅബാൻ മാസം ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള മാസമാണ്. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർബന്ധമാക്കാൻ തിരഞ്ഞെടുത്തത് ഈ മാസത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നമസ്കാരം നിർബന്ധമാക്കിയത് 50ാമത്തെ വയസ്സിലായിരുന്നു. 50 വയസ്സ് വരെ പ്രവാചകൻ നമസ്കരിച്ച രീതി എന്താണെന്ന് നമുക്കറിയില്ല. നാം ഇപ്പോൾ ചെയ്യുന്നത് പോലെ 5 വഖ്ത് കൃത്യമായി ആ റക്അത്തുകളുടെ എണ്ണമടക്കം ആ ഒരു നമസ്കാര രീതി അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവാചകൻ്റെ 50ാമത്തെ വയസ്സിലാണ്. അതിനു മുമ്പ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ അനുകരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഏതോ ചില വഖ്തുകളിൽ എത്രയോ ചില റക്അത്തുകൾ നമസ്കരിച്ചു. നമുക്കതേക്കുറിച്ച് അജ്ഞാതമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹജ്ജ് ചെയ്തത് 62ാമത്തെ വയസ്സിലാണ്. നാം അത്ഭുതം തോന്നിപ്പോകും, ഇത്രയും വൈകിയതെന്തേ എന്ന് തോന്നിപ്പോകും. ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിന് നിലം പാകപ്പെടുത്തി വിത്തിടാനുള്ള പാകപ്പെടുത്തൽ നടത്തിയതിന് ശേഷമാണ് വിത്തിട്ടത്. ചുരുക്കത്തിൽ അത്രയും മനസ്സിലാക്കുക. പശ്ചാത്തലമൊരുക്കി, സാഹചര്യമൊരുക്കി, എല്ലാ സന്ദർഭങ്ങളും ഒത്തിണങ്ങിയതിന് ശേഷം മാത്രമാണ് ഓരോ കർമ്മങ്ങൾ നിർബന്ധമാക്കിയത്. 50ാമത്തെ വയസ്സിൽ നമസ്കാരം നിർബന്ധമാക്കിയ അള്ളാഹു 62ാമത്തെ വയസ്സിലാണ് ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചത്. പ്രവാചകൻ്റെ 55ാമത്തെ വയസ്സിലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് ഷഅബാൻ മാസത്തിലായിരുന്നു. അതിനു മുമ്പ് പ്രവാചകൻ മുഹറം 10ൻ്റെ നോമ്പ്, മറ്റ് ചില നോമ്പുകളൊക്കെ പിടിക്കുമായിരുന്നു. പക്ഷേ വ്യവസ്ഥാപിതമായി ഒരു മാസക്കാലം ഇത്ര നോമ്പ് പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കണമെന്നുള്ള കൽപ്പന ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. സന്മാർഗ ദർശനത്തിനായി, ലോക ജനതയ്ക്ക് നേർമാർഗം കാട്ടിക്കൊടുക്കുന്നതിനായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ഈ റമളാൻ മാസത്തിന് സാക്ഷിയാകുന്ന എല്ലാവരും നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഈ കൽപ്പന വന്നത് പ്രവാചകൻ്റെ 55ാമത്തെ വയസ്സിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിലെ സമ്പന്നർക്ക്, ധനികർക്ക് അവരുടെ മുതലിൽ ഒരംശം പാവങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള നിയമം, സക്കാത്തിൻ്റെ നിയമം നിർബന്ധമാക്കിയതും ഈ ഷഅബാൻ മാസത്തിലാണ്. സാധാരണ രീതിയിൽ ഒരു പണക്കാരൻ കൃത്യമായ ഒരളവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2.5% പാവങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. 97.5% അവൻ എടുക്കാം. 2.5% അവൻ്റേതല്ല, അത് പാവങ്ങളുടെ ഓഹരിയാണ്. സാധുക്കൾ, ദീനർ, ആർദ്രർ,
അവർക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ള നിയമം അള്ളാഹു നിർബന്ധമാക്കാൻ തിരഞ്ഞെടുത്ത മാസം ഷാബാനാണ്. മാത്രമല്ല, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്ന എല്ലാവരും തങ്ങളുടെ നോമ്പിലെ പോരായ്മകളും അപാകതകളും ന്യൂനതകളും വൈകല്യങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി റമദാൻ അവസാനം ഏതാണ്ട് 2 കിലോ 600 ഗ്രാം ധാന്യം പാവങ്ങൾക്ക് കൊടുത്തിരിക്കണമെന്ന് കൽപ്പന ഫിത്ർ സക്കാത്ത് അല്ലാഹു നിർബന്ധമാക്കിയതും ഷാബാൻ മാസത്തിലാണ്. ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. ഇസ്ലാമിക ശരീഅത്തിലെ പ്രധാനപ്പെട്ട വിധികളെല്ലാം അള്ളാഹു തീരുമാനിച്ചത് ഷാബാനിലാണ്. ഈ ഷാബാൻ മാസം നിസ്സാരമല്ല, ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് മറ്റു മാസങ്ങളിൽ അള്ളാഹു ഈ കൽപ്പന ഇറക്കിയില്ല? മുസ്ലിം ലോകത്തിന് വർഷത്തിൽ 2 ആഹ്ലാദ ദിനങ്ങൾ, ആനന്ദത്തിൻ്റെ, ആമോദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ 2 ദിനങ്ങൾ, 2 പെരുന്നാളുകൾ അള്ളാഹു നിർബന്ധമാക്കിയത് ഷാബാൻ മാസത്തിലാണ്. ഈദുൽ അദ്ഹ വ ഈദുൽ ഫിത്തർ. അതിൻ്റെ കൽപ്പന വന്നത് ഈ മാസത്തിലാണ്. കിതാബുകൾ പരിശോധിക്കുമ്പോൾ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാളെ പരലോകത്ത് മഹ്ശറയിൽ ഷഫാഅത്തുൽ കുബ്ര, ഏറ്റവും വലിയ ശുപാർശയ്ക്കുള്ള അവസരം അള്ളാഹു നൽകിയ, അനുഗ്രഹം നൽകിയത് ഷാബാൻ മാസത്തിലാണ്. നാളെ പരലോകത്ത് മഹ്ശറയിൽ ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വന്ന മുഴുവൻ മനുഷ്യരും അണിനിരക്കും. ഒരു ഭാഗത്ത് നരകം ഭയാനകമായി ഗർജിക്കും, നരകം ആളിക്കത്തിക്കപ്പെടും. ജനങ്ങളെല്ലാം അത് കണ്ട് ഭയവിഹ്വലരാകും. ഭൂമിയിൽ തങ്ങൾക്ക് തന്ന ആയുസ്സിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഓർത്ത് പേടിച്ച് പരിഭ്രാന്തരാകും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, എല്ലാവരും കൂടി ആദം അലൈഹിസ്സലാമിനെ സമീപിക്കും. മനുഷ്യപിതാവ്, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിതാവിനോടൊന്ന് ശുപാർശ ചെയ്യുമോ? നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുമോ? ആദം അലൈഹിസ്സലാം കൈയൊഴിയും. അദ്ദേഹം പറയും, ഞാൻ എൻ്റെ കാര്യത്തിൽ ഭയന്നിരിക്കുകയാണ്. എന്നോട് സ്വർഗത്തിൽ ഒരു കനി വിലക്കിയിരുന്നു, അത് ഞാൻ കഴിച്ചുപോയി. വിലക്കപ്പെട്ട കനി കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് കുടുങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് നിർവാഹമില്ല. ഇതേപോലെ ജനങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിനോടൊക്കെ സമീപിക്കും, മൂസാ നബി അലൈഹിസ്സലാമിനോടൊക്കെ. അവരെല്ലാവരും അവരവരുടെ തെറ്റുകളോർത്ത്, അവരവർക്ക് വന്നുപോയ വീഴ്ചകളോർത്ത് അള്ളാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ലാതെ പിന്മാറിക്കളയും. അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഈ പ്രവാചകന്മാർ പോലും ജനങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ തയ്യാറാവില്ല. അവസാനം അവർ അള്ളാഹുവിൻ്റെ റസൂൽ അന്ത്യപ്രവാചകനെടുക്കൽ വരും. അവിടെ നിന്ന് ഏറ്റെടുക്കും. അർഷിൻ്റെ താഴെ അവിടെ നിന്ന് സുജൂദിൽ വീഴും. അള്ളാഹുവെ, എൻ്റെ ഉമ്മത്തികൾക്ക്, പാവങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ ശിരസ്സുയർത്തുകയില്ല എന്ന് പറയും. അള്ളാഹു പറയും, മുഹമ്മദെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ശുപാർശ ചെയ്തവർക്കെല്ലാം ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. ഷിർക്ക് ചെയ്യാത്ത, തമ്മിൽ പകവയ്ക്കാത്ത, മാത്സര്യമില്ലാത്ത, പരസ്പര വൈര്യം പുലർത്താത്ത എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടി പ്രവാചകൻ ശുപാർശ ചെയ്യും. പരസ്പരം പിണങ്ങിയിരുന്നവർ, വൈരാഗ്യം പുലർത്തിയിരുന്നവർ, അതുപോലെ തന്നെ അള്ളാഹുവിന് ഷിർക്ക് വെച്ചവർ, അവർക്കൊന്നും പ്രവാചകൻ്റെ ശുപാർശ ലഭിക്കുന്നതല്ല. യൗമയദുഉ ആദമും വാ അംബിയ നഫ്സി 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 നഫ്സിയാ യൗമയദുഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. എല്ലാ പ്രവാചകന്മാരും അവരുടെ സ്വന്തം തടി രക്ഷിക്കാൻ, സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം കാര്യം നോക്കാതെ എൻ്റെ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തി, എൻ്റെ സമുദായമേ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സാഷ്ടാംഗം ചെയ്യുന്ന സന്ദർഭം, യൗമയദുഉ ആദമും വാ അംബിയ നഫ്സി 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 നഫ്സിയാ യൗമയദുഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. എൻ്റെ സമുദായമേ, എൻ്റെ ജനങ്ങളെ,
പ്രവാചകൻ അവരുടെ സങ്കടത്തിലായിരിക്കും, ദുഃഖത്തിലായിരിക്കും, ദുരിതത്തിലായിരിക്കും. അത് കണ്ട പ്രവാചകൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും, ശുപാർശ ചെയ്തുകൊണ്ടേയിരിക്കും. വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, ഈ ഷഫാത്തുൽ കുബ്ര പ്രവാചകന് അതിൻ്റെ അധികാരം അല്ലാഹു നൽകാൻ തിരഞ്ഞെടുത്ത മാസം ഷഅബാൻ മാസമായിരുന്നു. മാത്രമല്ല റൂഹുൽ ബയാൻ പോലുള്ള കിതാബുകൾ രേഖപ്പെടുത്തുന്നു, അടുത്ത ഒരു വർഷത്തേക്ക് സംസം കിണറിൽ എത്ര ജലം പുറപ്പെടുവിക്കണം, എത്ര ജലം ഉൽപ്പാദിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനമെടുക്കുന്നത് ഷഅബാൻ 15-നാണ്, ബറാഅത്ത് രാവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന മാസമാണ് ഷഅബാൻ. പലരുമൊന്നും മനസ്സിലാക്കാതെ ഷഅബാൻ യാതൊരു പ്രാധാന്യമില്ല എന്ന് പറയാറുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്. ഷഅബാൻ മാസത്തിന് വലിയ 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 പ്രാധാന്യമുണ്ട്. ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു മുസ്ലിമീങ്ങളുടെ ഖിബില. ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ പോയി നമസ്കരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 5-ാമത്തെ തവണയാണ് അവിടെ പോകാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. എല്ലാ തവണയും അവിടെ പോയി നമസ്കരിക്കുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്തു. ആ ബൈത്തുൽ മുഖദ്ദസ് ഇസ്രായേലിലെ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു മുസ്ലിങ്ങളുടെയും ഖിബില. എല്ലാ പ്രവാചകന്മാരുടെയും ഖിബില അവിടെയായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖിബിലയായ കഅബ ഷരീഫ് ഖിബിലയായി കിട്ടണമെന്ന് അതിയായി കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. പ്രവാചകൻ മക്കയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നമസ്കരിക്കുമ്പോഴും ഒരു തന്ത്രം പ്രയോഗിച്ചു. കഅബ ഷരീഫിൻ്റെ റുക്കുനുൽ യമാനിയുടെയും ഹജർ അസ്വദിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലത്തോട്ട് തിരിഞ്ഞാണ് പ്രവാചകൻ നമസ്കരിച്ചിരുന്നത്. കാരണം അപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയും കിട്ടും, കഅബയും ഖിബിലയായിട്ട് കിട്ടും. അങ്ങനെ രണ്ടും കിട്ടത്തക്കവണ്ണം ആ മൂലയിൽ, ആ ഇടത്ത് മാത്രമാണ് പ്രവാചകൻ നമസ്കരിച്ചിരുന്നത്. കഅബ ഖിബിലയായിട്ട് കിട്ടണമെന്ന് അതിയായി കൊതിച്ചിരുന്നു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലി അന്നക ഖിബലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. അള്ളാഹു പറഞ്ഞു, പ്രവാചകരെ, കഅബ ഷരീഫ് ഖിബിലയായി കിട്ടാനുള്ള താങ്കളുടെ ഉത്കടകമായ ആഗ്രഹം, തങ്ങളുടെ മനസ്സെപ്പോഴും കൊതിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹു ഇത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. വിഷമിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ ഷരീഫിനെ താങ്കളുടെ ഖിബിലയാക്കി ഉടൻ തന്നെ നൽകുന്നതാണ്, അഥവാ നൽകിയിരിക്കുകയാണ്. ലോകാവസാനം വരെ മുസ്ലിം ജനസഞ്ചയത്തിന് നമസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ ഒരു ദിശ, കഅബ ഷരീഫിനെ ഖിബിലയായി അള്ളാഹു തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച മാസവും ഈ ഷഅബാനാണെന്ന് മനസ്സിലാക്കണം. ഷഅബാനിലാണ് തഹ്വീലുൽ ഖിബില, ഖിബില കഅബയിലേക്ക് മാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായത്. എൻ്റെ അറിവനുസരിച്ച് ലോകത്ത് പ്രാർത്ഥനയ്ക്കൊരു കൃത്യമായി ദിശയുള്ളത് മുസ്ലിങ്ങൾക്കും ജൂത സമുദായത്തിനും മാത്രമാണ്. മറ്റിതര സമുദായങ്ങൾക്ക് വ്യത്യസ്തമായ സ്ഥലത്ത് വ്യത്യസ്തമായ ദിശകളിലേക്ക് തിരിഞ്ഞ് ആരാധനകൾ അർപ്പിക്കാം, പ്രാർത്ഥിക്കാം, തൊഴുതാം. ഈ 2 സമുദായങ്ങൾക്ക് പ്രത്യേകമായ ദിശയുണ്ട്. മുസൽമാൻ ലോകത്തെവിടെ നമസ്കരിച്ചാലും മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞ് മാത്രമേ നമസ്കരിക്കാവൂ. നാളെ ചന്ദ്രനിലോ ഉപരിഗോളങ്ങളിലോ മുസ്ലിമീങ്ങൾ താമസം ആരംഭിച്ചാലും നമസ്കരിക്കേണ്ടത് ഖിബിലയിലേക്ക്, കഅബയിലേക്ക് തിരിഞ്ഞ് മാത്രമാണ്. മറ്റെങ്ങോട്ടും പാടില്ല. നമസ്കാരത്തിൻ്റെ 4ാമത്തെ ഷർത്താണ് കഅബയിലേക്ക് തിരിയുക എന്നുള്ളത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമസ്കാരത്തിനകത്ത് ഉൾപ്പെടാത്തതും നമസ്കാരത്തിന് പുറത്തുള്ളതാണ്. പക്ഷേ അതില്ലെങ്കിൽ നമസ്കാരം ശരിയാകുന്നതല്ല. അങ്ങനെയുള്ള 4ാമത്തെ ഷർത്താണ്, നിബന്ധനയാണ് കഅബയിലേക്ക് തിരിയുക എന്നുള്ളത്. അത്
ചില അവസരത്തിൽ അള്ളാഹു വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ട്. യുദ്ധമുന്നണിയിൽ, യാത്രകളിലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ, രോഗികൾക്കൊക്കെ ചെറിയ വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത എല്ലാവരും, കഴിവുള്ള എല്ലാവരും എല്ലാ നമസ്കാരങ്ങളിലും കഅബ ഷരീഫിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കണം. ഇസ്ലാമിൻ്റെ ഷറത്താണ്. തെറ്റിയാൽ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഞങ്ങളിപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയപ്പോൾ ഇസ്രായേൽ കടന്ന് ഈജിപ്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ താബ, അവിടെ ഒരു വലിയ ബീച്ച് റിസോർട്ടിലാണ് താമസിച്ചത്. ചെങ്കടലിന് അഭിമുഖമായി മനോഹരമായ ഒരു റിസോർട്ട്, വലിയ റിസോർട്ട്. അവിടെ ഞങ്ങൾ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഹോട്ടലിലെ ജീവനക്കാരെ വിളിച്ച് ഖിബില എങ്ങോട്ടാണെന്ന് അന്വേഷിച്ചു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ സൗകര്യമാണ്, സൂര്യൻ അസ്തമിക്കും നോക്കി ഏതാണ്ട് നമുക്ക് ഖിബില മനസ്സിലാക്കാം. അവിടെ സൂര്യോദയമോ സൂര്യാസ്തമയമോ നോക്കി ഖിബില നിശ്ചയിക്കാനൊക്കെ ഇല്ല. കഅബ വേറെ ദിശയിലാണ്. അപ്പോൾ ജീവനക്കാരൻ വന്ന് നിന്ന് കാണിച്ചു തന്നു, ദാ ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നമസ്കരിച്ചാൽ മതി എന്നോ കാണിച്ചു തന്നു. ഞങ്ങളതനുസരിച്ച് ഇഷായും പിറ്റേന്ന് സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ നമസ്കരിച്ച ഖിബില തെറ്റായിരുന്നു, ഖിബില മറുവശത്തേക്കായിരുന്നു. നമ്മളെവിടെയെങ്കിലും യാത്ര പോയാൽ ഖിബില അന്വേഷിക്കണം. അന്വേഷിക്കാതെ ഒരിക്കലും നമസ്കരിക്കരുത്. അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്താൻ ശ്രമിക്കണം. കണ്ടെത്തിയത് തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ ആ ചെയ്ത നമസ്കാരം മടക്കി നമസ്കരിക്കണം. സുബഹിക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഖിബില ശരിയല്ല എന്ന്. പലരും സംശയം പറഞ്ഞെങ്കിലും ഞാൻ അത് കാര്യമായിട്ടെടുക്കാത്ത മട്ടിൽ, അതിനെക്കുറിച്ച് പിന്നീട് പറയാമെന്നുള്ള മട്ടിൽ പ്രതികരിച്ചു. അന്ന് ഞങ്ങൾ ളുഹർ നമസ്കാരത്തിന് നിന്നപ്പോൾ എല്ലാവരും സഫായി നിർത്തിയതിന് ശേഷം ളുഹറിന് കൈകെട്ടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഇന്നലത്തെ ഇഷായും ഇന്നത്തെ സുബഹിയും ഖളാ ആയിട്ടാണ് നമസ്കരിച്ചത്, അതുകൊണ്ട് വേഗം എല്ലാവരും ഖളാ വീട്ടുക. ഖിബില തെറ്റിപ്പോയതിൻ്റെ പേരിൽ ആ നമസ്കാരം ഞങ്ങൾ മടക്കി നിസ്കരിക്കുകയുണ്ടായി. ഖിബില മുസൽമാൻ എപ്പോഴും മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഖിബിലയ്ക്ക് അഭിമുഖമായിരുന്ന് പഠിച്ചാൽ പെട്ടെന്ന് മനഃപ്പാഠമാകും, ഓർമ്മ കിട്ടുമെന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ നമ്മുടെ കടകളിലെ ക്യാഷ് കൗണ്ടറുകൾ, അത് പടിഞ്ഞാറോട്ട് ഖിബിലയ്ക്ക് നേരെയായിരുന്നാൽ ആ കടകളിൽ കച്ചവടം വർദ്ധിക്കുന്നതാണ്. ഖിബിലയ്ക്ക് നേരെ ഒരു മുസൽമാൻ കാല് നീട്ടാൻ പാടില്ല. ഖിബിലയുടെ നേരെ മലമൂത്ര വിസർജനങ്ങൾ പാടില്ല. നീട്ടല്ല നീ ഖിബിലയ്ക്ക് നേരെ കാല്, ഖുർആൻ്റെ നേരെയും നല്ലതല്ലീ ഹാല്. ഖിബിലയുടെ നേരെ കാല് നീട്ടാനോ വിസർജന അവസരങ്ങളിൽ തിരിഞ്ഞിരിക്കാനോ പാടില്ല. ഖിബിലയെ മുസൽമാൻ ബഹുമാനിക്കണം. വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ മാനിക്കുന്നവൻ, ബഹുമാനിക്കുന്നവൻ, അതവൻ്റെ ഹൃദയത്തിൽ തഖ്വ ഉള്ളതിൻ്റെ തെളിവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. കഅബ അള്ളാഹുവിൻ്റെ അടയാളമാണ്, അള്ളാഹു ബഹുമാനിച്ചതാണ്. ആ കഅബ ഷരീഫിനെ മാനിക്കണം, ബഹുമാനിക്കണം. ചുരുക്കത്തിൽ ആ കൽപ്പന അള്ളാഹു നൽകിയതും ശഅബാൻ മാസത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് മാസങ്ങൾക്ക് മുമ്പേ റമദാനെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. അല്ലാഹും ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. അള്ളാഹുവെ, ഞങ്ങളുടെ റജബിലും ശഅബാനിലും ബർക്കത്ത് ചൊരിയണേ, റമദാനെ കണ്ടുമുട്ടാനിടയാക്കണേ. പ്രവാചകൻ ഓർമ്മിപ്പിക്കും, ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ്, ശഅബാൻ മാസം പകുതി കഴിഞ്ഞാൽ പ്രവാചകൻ ജനങ്ങളെ വിളിച്ച് ഗംഭീരമായൊരു പ്രസംഗം നടത്തും. യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീമുൻ മുബാറക്കുൻ ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജനങ്ങളെ, അതിമഹത്തായ ഒരു മാസം ഇത് ആഗതമായിരിക്കുന്നു. ഈ മാസം വലിയ പ്രാധാന്യമുള്ളതാണ്. ആകാശത്തിൻ്റെ കവാടങ്ങൾ, സ്വർഗീയ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹത്തിൻ്റെ പേമാരികൾ ഭൂമിയിലേക്ക് വർഷിക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, നോമ്പ് പിടിക്കണം. റമദാനെക്കുറിച്ച് പ്രേരിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ റമദാനെക്കുറിച്ച് പ്രേരണ കൊടുത്ത ഒരുപാട് ഇസ്ലാമിക നിയമങ്ങൾ നിർബന്ധമാക്കപ്പെട്ട
മഹത്തായ ഷഅബാൻ നമ്മളോട് വിട പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ മാസത്തിൽ പൂർണ്ണമായി ഇബാദത്തുകളിൽ മുഴുകി, ആരാധനകളിൽ മുഴുകി അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഇസ്ലാം അറിവ് എന്നുള്ള ഈ പ്രോഗ്രാം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്, വിജ്ഞാന വർധനവിന് സഹായമാകുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ എഴുതുക. ഇൻഷാ അല്ലാഹ് പ്രോഗ്രാമിലൂടെ അതിന് മറുപടി നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഓഗസ്റ്റ് മാസം 26-ാം തീയതി ഓണത്തിൻ്റെ അവധിക്ക് ഉത്തരേന്ത്യയിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ വിദേശ രാഷ്ട്രങ്ങളൊക്കെ സന്ദർശിക്കുന്നു. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ കാണേണ്ട എന്തെല്ലാം ചരിത്രങ്ങൾ, എത്രയോ മനോഹരമായ ഇടങ്ങളുണ്ട്. അവകളിലേക്ക് ഓരോന്നോരോന്നായിട്ടൊരു യാത്ര നടത്താമെന്ന് വിചാരിക്കുകയാണ്. 7 ദിവസത്തെ പ്രോഗ്രാമാണ്. ഫ്ലൈറ്റിലായിരിക്കും പോവുകയും വരികയും ചെയ്യുക. ഡൽഹി, ആഗ്ര, ജയ്പൂർ എല്ലാം സന്ദർശിച്ച് അവിടുത്തെ ഭൗതികവും ആത്മീയവുമായ എല്ലാ കാഴ്ചകളും കണ്ട് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് 7 അവസാനം അജ്മീർ ഷരീഫ് സിയാറത്ത് ചെയ്ത് മടങ്ങുന്നു. തികച്ചും ആത്മീയമായ ഒരുപാട് ഇൽമ് കരസ്ഥമാക്കാൻ ഉതകുന്ന ഈ മഹത്തായ യാത്രയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് ഉടൻ വിളിക്കുക. 9387544151 9746968177. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.